അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസ് ഇതുവരെയായിട്ട് ഉമ്മയോട് വീഡിയോ കോളിൽ സംസാരിച്ചിട്ടില്ല. ഇന്ന് നാളെ എന്ന് കരുതും. പിന്നെ വിചാരിക്കും ഉമ്മ ഉംറയിലൊക്കെ ആവുമ്പോഴേ അത് ബുദ്ധിമുട്ടായിരിക്കും, എന്തായാലും റൂമിലെത്തിയിട്ട് വിളിക്കാം. എന്തൊക്കെ തന്നെയാലും ഇവിടത്തെയും അവിടത്തെയും ടൈം മാറ്റം ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരുപാട് ടൈം ആകുമ്പോഴേക്കും അവിടെ. പക്ഷെ രാവിലെ തന്നെ വിളിക്കുമ്പോൾ ഒരു പക്ഷെ ഉമ്മ അത് ഉറക്കത്തിലാണെങ്കിലോ അതൊരു ശല്യമായിരിക്കും. അങ്ങനെയൊക്കെ ഉമ്മക്ക് പലപ്പോഴും വോയിസാണ് ഷമ്മാസ് വിടുന്നത്. ഉമ്മ സുഖല്ലേ, റാഹത്തല്ലേ, എത്ര ഉംറ ചെയ്തു, എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെല്ലാം ഉമ്മ വോയിസ് വിടുകയും ചെയ്യും. പക്ഷെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കാണുവാനുള്ള മോഹം ഷമ്മാസിൻ്റെ മനസ്സിലുണ്ട്. എന്തൊക്കെ തന്നെയാലും ഉമ്മാക്ക് അവൻ വീഡിയോ കോൾ ചെയ്യുവാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അതാ ഷമ്മാസ് ഉമ്മക്ക് വിളിക്കുന്നു. റിങ് ചെയ്യുന്നുണ്ട്. ഓ, ഇതിപ്പോൾ കാളിങ് എന്നാണല്ലോ കാണിക്കുന്നത്. കാളിങ് കാണിക്കുമ്പോൾ വൈഫൈ ഇല്ലാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു. റിങ്ങിങ് ആണെങ്കിൽ ഓക്കെ, എന്തെങ്കിലും കുറച്ച് കഴിയട്ടെ. ഉമ്മ ഇനി ഫോൺ അവിടെ വെച്ച് ഉമ്രക്ക് പോയോ എന്തോ അറിയുന്നില്ല. എന്തൊക്കെ തന്നെയാലും ഷമ്മാസിന് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കാണുവാൻ സാധിച്ചില്ല എന്നർത്ഥം. അതായത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ മുഖമൊന്ന് കാണുവാൻ വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. റബ്ബേ, എന്നും ഉമ്മയുടെ മുഖത്ത് അരമണിക്കൂറെങ്കിലും നോക്കിയിരുന്ന് സംസാരിക്കും. അപ്പോഴൊക്കെ ഞാൻ ആ പ്രതിഫലം കരസ്ഥമാക്കുകയും ചെയ്യും. ഇപ്പം എനിക്ക് ഒരു പ്രതിഫലം കരസ്ഥമാക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണല്ലോ. അതായത് എനിക്ക് എൻ്റെ ഉമ്മയുടെ മുഖത്ത് നോക്കാൻ കഴിയണില്ല എന്ന് തന്നെ. എന്തായാലും എൻ്റെ ഫൈസിക്കാക്ക് നല്ലോണം മുതലായിട്ടുണ്ടാവും. കാരണം ഉംറ ചെയ്യുന്ന കൂലിയും എൻ്റെ ഉമ്മയെ പരിചരിക്കുന്ന കൂലിയും ഉമ്മയെ കാണുന്ന കൂലിയും എല്ലാം കൂടെ ഫൈസിക്കാക്ക് ഏതായാലും കോളടിച്ചു. ഷമ്മാസിൻ്റെ ചിന്താഗതി അതായിരുന്നു. തൻ്റെ ഉമ്മയെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നു, തൻ്റെ ഉമ്മയെ എത്രമാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു, ആ ഒരു പ്രതിഫലമെല്ലാം എനിക്ക് വേണം എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു ഷമ്മാസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഉമ്മയെ വിട്ടു നിൽക്കുവാൻ അവൻക്ക് ഒട്ടും താല്പര്യവുമുണ്ടായില്ല. പക്ഷേ ഇതിപ്പോൾ ഉമ്മയുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ പറഞ്ഞയക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുതല്ലോ എന്ന് കരുതിയിട്ട് ഷമ്മാസ് അതിന് സമ്മതം മൂളുകയായിരുന്നു. പാവം, ഉമ്മയുടെ ആഗ്രഹം എന്താണെങ്കിലും അത് സാധിപ്പിച്ചു കൊടുക്കണം, അതേ എനിക്ക് പറയാനുള്ളൂ. എന്തൊക്കെ തന്നെയാലും എൻ്റെ ഉമ്മ എനിക്ക് തന്ന സർപ്രൈസും ഒരിക്കലും മറക്കുവാൻ പറ്റാത്തതാണ്. ഉമ്മ കണ്ടുവച്ച പെണ്ണ്, എനിക്ക് വേണ്ടി കരുതി വെച്ച പെണ്ണ് ഇവളായിരുന്നു എന്നുള്ള കാര്യം അതും ഞാൻ അറിഞ്ഞില്ല. ആദ്യമൊക്കെ ഉമ്മ എന്നോട് പറയുമ്പോഴേ ഞാൻ പലപ്പോഴായിട്ട് പഠിച്ചോനെ എന്ത് ഉമ്മയെ പറയുന്നത്, പക്ഷേ ഒരിക്കലും രണ്ടാം കെട്ടുകാരി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന്. പക്ഷേ എനിക്ക് തന്നെ അവസാനം പഠിച്ച റബ്ബ് എൻ്റെ മുമ്പിലാണ് അവളെ എത്തിച്ചു തന്നത്. ഞാനായിട്ട് കണ്ടു, ഇഷ്ടപ്പെട്ടു. എന്നാൽ എൻ്റെ ഉമ്മ എനിക്ക് കരുതി വെച്ചതും അവളായിരുന്നു എന്നുള്ള യഥാർത്ഥ സത്യം മനസ്സിലായപ്പോൾ സത്യം പറഞ്ഞാൽ പഠിച്ച റബ്ബിനെ സ്തുതിച്ചു പോയി. അല്ലാ, നീ റഹ്മാനും റഹീമുമാണ്. അവളെ വിട്ട് മറ്റു വിവാഹം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാനേ കഴിയുന്നില്ലായിരുന്നു. എന്താ അറിയില്ല. എന്തൊക്കെ തന്നെയായാലും എൻ്റെ ഉമ്മ ആഗ്രഹിച്ചതും ഞാൻ കൊതിച്ചതും എല്ലാം ഒന്ന് എന്ന് പറഞ്ഞതുപോലെ പടച്ച റബ്ബിൻ്റെ നിഅമത്ത് അല്ലാതെ ഒന്നും പറയുവാനില്ല. ഷമ്മാസ് അതെല്ലാം ഓർത്തു. എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ അതെല്ലാം ഷമ്മാസ് ഓർത്ത് വീണ്ടും അതാ ഷമ്മാസ് വിളിക്കുന്നു തൻ്റെ ഉമ്മയുടെ ഫോണിലേക്ക്. ഇല്ല, എടുക്കുന്നില്ല. കാളിങ് എന്നാണ് കാണിക്കുന്നത്. വീഡിയോ കോൾ ആകുമ്പോൾ അത് വൈഫൈ ഇല്ലാഞ്ഞിട്ടാണ് എന്തോ എനിക്കറിയില്ല. ഉമ്മക്ക് എന്നെ മറന്നു ഉമ്മ. ഈ ഫൈസിക്കയുടെ കൂടെ നേരെ ഫൈസിക്കയ്ക്ക് വിളിച്ചാലോ എന്ന് കരുതി ഫൈസലിൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഫൈസൽ ഹറമിൽ നിന്ന് നടന്നു വരികയായിരുന്നു. ഹലോ ഷാമോൻ, അസ്സലാമു അലൈക്കും. ആ ഇക്ക, ഉമ്മ എവിടെ? ഉമ്മയും മുംതാസും കൂടെ അവർ കുറച്ച് നേരത്തെ പോയിട്ടുള്ളൂ, തിരിച്ച് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ അവർ കൂടെ അല്ല പോയത്, അവർ പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ആ ഓക്കെ ഇക്ക, സുഖമല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? അൽഹംദുലില്ലാ, റാഹത്താണ് ഷാമോനെ. ഇക്ക ദുആ ചെയ്യാൻ കേട്ടോ. ഇൻഷാ അല്ലാ മോനെ, ദുആ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും വല്ലാത്തൊരു മഹാഭാഗ്യമാണ് മോനെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നുന്നില്ലടാ സത്യമായിട്ടും. ഇക്ക, അവരുടെ ഉപ്പയുടെ അവസ്ഥ എന്താ? ഞാൻ വീണ്ടും അവരെ കൊണ്ട് ഉംറയൊക്കെ ചെയ്യിപ്പിച്ചു, റാഹത്തായി അൽഹംദുലില്ലാ. വന്നത് ഏതായാലും റാഹത്തായിട്ടോ, വിചാരിച്ച രീതിയിലൊക്കെ ചെയ്തു. ഇനി ഞങ്ങൾ മദീനയിലേക്ക് പോകുകയാണ്. ഇനിയിപ്പോൾ 2 ഉംറ കൂടി ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തൊക്കെയായാലും ഇൻഷാ അല്ലാ ഇവിടെ എത്തിയിട്ട് മാക്സിമം ഉമ്മ നല്ല രീതിയിൽ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ വന്ന് വെറുതെ നിൽക്കുന്നതല്ലല്ലോ. പിന്നെ ഷാമോനെ, എടാ നമ്മളെ ഉമ്മ എന്ന് വെച്ചാലേ ഇവിടെ എത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ വെറുതെ ഇരുന്നിട്ടേ ഇല്ല കേട്ടോ. എപ്പോഴും ഹറമിലേക്ക് പോകണം, ഉംറ നിർവഹിക്കണം, അതിനുള്ള നിയത്ത് മാത്രമായിരുന്നു ഉമ്മാക്കുള്ളത്. സത്യം പറഞ്ഞാൽ ഉമ്മ ഒരു ചെറുപ്പക്കാരിയായി മാറിയിരിക്കുകയാണ് എൻ്റെ ഷാമോനെ.
ഉമ്മാക്ക് പടച്ചിറപ്പ് എവിടെ നിന്നാണ് ഈ ആരോഗ്യം കൊടുത്തത് എനിക്ക് വരെ അത്ഭുതപ്പെടുകയാണ്. കാരണം നമ്മളെ ഉമ്മ പല ടൈമുകളിലായിട്ട് വീട്ടിൽ കാലിൻ്റെ മുട്ട് വേദനയായിട്ടും ഊരവേദനയായിട്ടൊക്കെ ഇരിക്കാറും തൈലം തേച്ചിരിക്കാറൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷം ഉമ്മാക്ക് ഒരു കുഴപ്പമില്ലട, എത്ര കൂളായിട്ടാണ് നടന്നു പോകുന്നത്. ഞങ്ങളുടെ ഹോട്ടൽ ഇതല്ല അജിയത്, അവിടെയാണ്. അവിടെ നിന്ന് കുറച്ചുകൾ നടക്കാനേ ഉള്ളൂ. എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മാക്ക് തീരെ ഒരു ക്ഷീണം ഇതൊന്നും ഇതുവരെ ബാധിച്ചിട്ടില്ല. മോനെ നീ ദുആ ചെയ്യേ. ഇക്ക നിങ്ങൾക്ക് നല്ല ഭാഗ്യമുള്ളേ. എന്തടാ? അല്ലേ, ആ ഭാഗ്യം ഉണ്ടടാ പൊന്നും മോനെ. ഈ ഭൂമിയിൽ ഈ ഒരു പരിശുദ്ധമായ മണ്ണിൽ നമ്മൾ എത്തി നിൽക്കല്ലേ, ഭാഗ്യം ഇല്ലാതിരിക്കുമോ? ഷാമോനെ നീയൊക്കെ ഒന്ന് വന്നതല്ലേ, ഇൻഷാ അല്ലാ ഇനിയും വരാനുള്ള ഭാഗ്യം ഉണ്ടാട്ടെ. ഇക്ക അവിടെ കണ്ടു പോന്നാൽ പിന്നെ അതാടാ ഉമ്മ പെട്ടെന്ന് വീണ്ടും ഞാൻ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴേക്കും ഉമ്മ ചാടിക്കയറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ മണ്ണിൽ എത്തിക്കിട്ടിയ വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നൂടാ. എടാ, ആ കഅബ ഷരീഫിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. സത്യത്തിൽ അത് വല്ലാത്തൊരു സംഭവമാണെടാ. സത്യം പറഞ്ഞാൽ കഅബ ഷരീഫിൽ നിന്ന് അകന്നകന്ന് പോരുന്ന വിചാരിക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. ശരിക്കും ഫൈസൽ കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് കണ്ട് ഷമ്മാസിൻ്റെ കണ്ണുകളും നിറഞ്ഞു. ഇക്ക അവിടുന്ന് പോരോളം പടച്ച റബ്ബിനോട് ദുആ ചെയ്തോളി, എല്ലാം റാഹത്തിലാകട്ടെ. ഷാമോനെ എടാ, സത്യം പറഞ്ഞ നമ്മൾ കുടുംബങ്ങൾ ഒന്നായിട്ട് വേണം ഇവിടെ. എനിക്ക് ഞാൻ ചെയ്തു പോയ പാപങ്ങളൊക്കെ പടച്ച റബ്ബിനോട് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിച്ചാൽ മതിയായിരുന്നുടാ. ഇക്ക നിങ്ങൾ കരയല്ലേ, അതൊക്കെ പടച്ച റബ്ബ് സ്വീകരിച്ച് കഴിഞ്ഞതാണ്. ഉമ്മയുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്താ ഇക്ക വിഷമിക്കേണ്ട ആവശ്യം? ഷാമോനെ ഒരുപാട് തെറ്റ് ചെയ്ത പാപിയാണ്, ദോഷിയാണടാ ഞാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ അള്ളാഹു പുറത്തു തരുമെന്ന് വരെ ഞാൻ വിചാരിച്ചിരുന്നു. അന്ന് അറിവില്ലായിരുന്നടാ. അറിവില്ലാത്ത കാലത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഞാൻ. എനിക്ക് ഇക്ക ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഒന്നുകൊണ്ടും. അതൊക്കെ അറിവില്ലാത്ത ആ ഒരു സമയത്ത് ഇബ്ലീസിൻ്റെ കെണിയിൽപ്പെട്ട് അങ്ങനെ കാട്ടിക്കൂട്ടിയെന്ന് വെച്ച് അള്ളാഹു കാരുണ്യവാനും കരുണാനിധിയുമല്ലേ. അതൊക്കെ ഇക്കക്ക് എന്നോ പുറത്തു വന്നിട്ടുണ്ടോ. ഇപ്പോൾ പരിശുദ്ധ ഭൂമിയിൽ നിന്നും കഅബയുടെ കില്ല പിടിച്ചിട്ടാണ് ഇക്ക കരയുന്നത്. ഇക്ക ഭാഗ്യമുള്ള മനുഷ്യനാണ് നിങ്ങളൊക്കെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫിൻ്റെ അടുക്കൽ പോയി ഒന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാനുള്ള ഭാഗ്യം ഇക്കാക്കും ലഭിച്ചതാണല്ലോ. പിന്നെ നമ്മുടെ ഉമ്മയുടെ പ്രാർത്ഥന, അതും വല്ലാത്തൊരു നിഅമത്താണ് കേട്ടോ. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് ഇക്ക, ഫൈസൽക്ക. നമ്മൾ ശരിക്കും ഭാഗ്യവാന്മാരാണ്. കാരണം നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ ഉമ്മയുണ്ട്. എന്തൊക്കെ തന്നെയല്ല ഞാൻ റൂമിൽ നിന്ന് ഫ്രീ ആയിട്ട് വിളിക്കാം കേട്ടോ. ഷാമോനെ എന്നാൽ ശരിയടാ, നല്ല വെയിലാണ് ഇവിടെ. ആയിക്കോട്ടേക്ക, എന്നാൽ ശരി, ഞാൻ വിളിച്ചോളാം. ഉമ്മയുടെ വിവരം പറയണേ, കുഴപ്പമൊന്നുമില്ലയെന്ന് പറയണം കേട്ടോ. മോനെ എന്നാൽ ശരി. അസ്സലാമു അലൈക്കും. അങ്ങനെ അത് ജ്യേഷ്ഠൻ്റെയും അനിയൻ്റെയും ആ ഒരു സംഭാഷണം കഴിഞ്ഞു. നുസിയെ വിളിക്കുന്നു റാഹത്തോടു കൂടെ. നുസി, ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? ഷമ്മാസ് വിളിക്കുന്നു. ഇക്ക എവിടെ? ഉമ്മാനെ കിട്ടിയോ? ഇല്ലല്ല പെണ്ണേ, ഉമ്മ നല്ല ഇബാദത്തിലാണ്. ഉമ്മാക്ക് ഇപ്പോൾ റൂമിലിരിക്കാമെന്ന് ഒഴിവില്ലാന്ന്. ഉമ്മ മാക്സിമം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയ്തോട്ടെ, കഴിയുന്നത്ര ചെയ്യട്ടെ. അത് ചെയ്യാൻ കഴിയാനും വേണമല്ലൊരു ആരോഗ്യമുള്ളപ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. എടി, നമ്മുടെ ഉമ്മാക്ക് വീട്ടിൽ നിന്ന് കുറച്ച് പ്രയാസം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നില്ല, അവിടെ എത്തിയപ്പോൾ ഒക്കെ റാഹത്തായി എന്നാണ് പറയുന്നത്. ഇക്ക അത് ശരി തന്നെയാണല്ലോ. ഒരുപാട് ആളുകൾ അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഭയങ്കര വേദനയും വരുത്തവും കഴിയാത്ത രീതിയിൽ ഭയങ്കര പ്രശ്നം പ്രയാസമായിരിക്കും. എന്തെന്നറിയില്ല, ഹറമിൽ എത്തിക്കഴിഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട കർമ്മങ്ങൾക്കൊരുങ്ങുമ്പോൾ എല്ലാ വേദനകളും പ്രയാസങ്ങളും എങ്ങോട്ട് പോകണോ അറിയില്ല. പല രീതിയിലുള്ള ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ ഒരു ഉഷാറാണ് എല്ലാത്തിനും എന്നുള്ളത്. അതേടി, അള്ളാഹുവിൻ്റെ നിഅമത്ത് അതല്ലേ. അവിടെ വരെ വന്നിട്ട് ചെയ്യാൻ കഴിയാത്ത ആ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ എന്തൊക്കെ തന്നെയാലും പഠിച്ചോനെ അള്ളാഹു ഉമ്മാക്ക് ഉംറയൊക്കെ ചെയ്ത് റാഹത്തോടു കൂടി തിരിച്ചെത്തുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. ആമീൻ. എടീ, ഉമ്മാക്ക് മനസ്സിൽ പല ആഗ്രഹങ്ങളുണ്ട്. ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇപ്പം നിങ്ങൾ അത് ദുആ ചെയ്യില്ലേ? ഉമ്മാക്ക് കാണാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം കണ്ടിട്ട് ഉമ്മ പോയാൽ മതി. ഷമ്മാസ് വിതുമ്പുന്നുണ്ടായിരുന്നു. ഇക്ക കരയില്ലേ, കാര്യം പറയും. അതെടി, ഉമ്മ എന്നോട് പറഞ്ഞിരുന്നു, മോനെ എനിക്ക് സത്യമായിട്ടും അവിടുത്തെ മണ്ണിൽ അന്തി ഉറങ്ങാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞിരുന്നു.
അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഉമ്മ, നിങ്ങളത് ഇപ്പം തന്നെ എന്തുവാ ചെയ്യില്ലുമ്മ? ഉമ്മയുടെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളൊക്കെ ഇവിടെ വരാൻ നിൽക്കുന്നുണ്ട് ഒരുപാട്, അല്ലേ? ഉമ്മാക്ക് നമ്മളെ കുഞ്ഞിനെ കാണണം, സാജിത്യയുടെ കുഞ്ഞിനെ കാണണം, നവാസ്കിയുടെ കുഞ്ഞിനെ കാണണം. അതൊക്കെ ഉള്ളതാണല്ലോ. എല്ലാം കണ്ട് റാഹത്തായിട്ട് എല്ലാം കഴിഞ്ഞിട്ട്. സത്യമായിട്ടുടി നുസി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ ഷമ്മാസ്ക്ക് ഇങ്ങനെ കരയുന്നത്? എനിക്ക് ഉമ്മ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ലടി. സത്യമായിട്ടും ഉമ്മയുടെ മുന്നേ എനിക്ക് പോകണം, അതാണ് ആഗ്രഹം. അത് കേട്ട് നുസൈബ ഞെട്ടിപ്പോയി. ഇക്ക എന്ത് പറയുന്നത്? അപ്പോൾ എനിക്ക് ആരാ? എടി, ഉമ്മയില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കഴിയണില്ല. ഉമ്മയില്ലാതെ എന്താണ് ഇവിടെ ദുനിയാവിൽ ജീവിച്ചിട്ട്? സത്യമായിട്ടും അവൻ വിതുമ്പിപ്പോയി. ഷമ്മാസ് തല താഴ്ത്തി പൊട്ടിക്കരഞ്ഞു. നുസൈബ അവൻ്റെ നെറുകിലൂടെ തലോടി കൊടുത്തു. ഇക്ക എന്തിങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? സത്യമായിട്ടടി, ഉമ്മയോട് ചെയ്യുന്ന ഒരു ചതിയാണോ എനിക്ക് തോന്നണം. ഉമ്മ അറിഞ്ഞിട്ടില്ലല്ലോ. നമ്മളിവിടെ ഒരു വേലക്കാരി പെണ്ണിനെ അവൾ വന്നപ്പോൾ കയറ്റി നിർത്തിയതെന്നു. എൻ്റെ ഉമ്മാക്ക് പൊരുത്തുണ്ടാവോ? അത് എനിക്കറിയുന്നില്ല. എന്തായാലും ഉമ്മയോടൊന്ന് ചോദിക്കണമെന്ന് വിചാരിച്ച് നിന്നപ്പോഴേക്കും ഉമ്മ ഫോൺ എടുത്തിട്ടില്ല. എന്തൊക്കെ തന്നെയാലും നേരിട്ട് തന്നെ ചോദിക്കായിരിക്കും നല്ലത്. ഒരു പക്ഷേ നമ്മളുമ്മ ഒരാളെയും കഷ്ടപ്പെടുത്തിയിട്ടില്ലല്ലോ. നമ്മളുമ്മ ഒരാളെ രക്ഷിച്ചിട്ടേ ഉള്ളൂ. എന്നെയൊക്കെ പ്രത്യേകിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് എന്നെയൊക്കെ ഈ നിലയിൽ എത്തിച്ചത് ഉമ്മയാണ്. ഉമ്മ സത്യമായിട്ടും ഉമ്മയാണ് എല്ലാത്തിനും കാരണക്കാരി. വീണ്ടും വീണ്ടും എന്നെ പ്രോത്സാഹിപ്പിക്കുവാനും പഠിക്കുവാനും എല്ലാത്തിനും എന്നെ പ്രോത്സാഹിപ്പിച്ചത് ഉമ്മ മാത്രമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ പെറ്റുമ്മയേക്കാളും ഉപ്പയേക്കാളും എനിക്ക് കടപ്പാടുള്ളത് കൂടുതൽ ഈ ഉമ്മയോടാണ് തോന്നിപ്പോകും. നുസേ, ഉമ്മയുടെ മനസ്സ് അങ്ങനെ തന്നെ. ഒരാൾ വേദനിക്കുന്ന ഇഷ്ടമല്ല. എല്ലാവർക്കും സന്തോഷം പകരാനാണ് ഉമ്മ വിചാരിക്കുള്ളൂ. എന്ത് ചെയ്യാം? എന്നാൽ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. രാവിലെ തന്നെ ഒരുപാട് കരഞ്ഞല്ലേ? സാരല്ല, എന്നാൽ ഷോപ്പിൽ പോയിട്ടിട്ടടി. അല്ല, ചായ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം, നിങ്ങൾ ഇവിടുന്ന് കഴിച്ചോളേ. അല്ല, അവളെന്തൊക്കെയോ ഉണ്ടാക്കി. വേണ്ടടി, കുഴപ്പമില്ല, ഞാൻ ഇന്ന് പുറത്തുനിന്ന് കഴിച്ചോളാം. ഷമ്മാസത അവിടെ നിന്ന് ചായ കുടിക്കാതെ പോകുന്നു. നുസൈബക്ക് അത് വല്ലാത്ത വിഷമായി. എന്നാൽ അവൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ആ ഒരു വിളി. ഇക്ക എങ്ങോട്ടാ? ദാ ചായ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഡൈനിങ് ടേബിളിൽ. എന്താ ഇത്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? കുടിക്കാതെ പോവുകയാണോ? സ്നേഹത്തോടെ അവളുടെ ആ ഒരു മനോഹരമായ ശബ്ദത്തോടെയുള്ള ആ വിളി കേട്ടപ്പോൾ ഷമ്മാസ് ഒന്ന് തിരിഞ്ഞു നോക്കി. അത് നിങ്ങൾ കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ, റാഹത്തല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ കാലിനൊന്നും? ഏയ് അതൊന്നുമില്ല, വരി കഴിക്കാം. അല്ല, ഞാൻ അത്യാവശ്യമായിട്ട് എനിക്ക്. അതെന്ത് പണിയായിക്ക കാണിക്കുന്നത്? ഷമ്മാസ് പോയി. ചായയൊന്നും കുടിക്കാതെ നുസൈബയും അവളും തനിച്ചായി. എന്നാൽ നമുക്ക് കഴിക്കാം. അല്ലാതെ ഇപ്പം എന്താ, ഷാമും പോയില്ലേ? ഞാൻ എൻ്റെ താത്തയെ ഒന്ന് വിളിക്കട്ടെ കേട്ടോ. അപ്പോൾ തന്നെ അതാ റാഹില ഷെറീനെ വിളിക്കുന്നു. ഹലോ ഇത്ത, എന്താടി രാവിലെ തന്നെ? ഇത്ത ചായ എടുക്കാൻ പോരണോ? നല്ല അടിപൊളി ചായ കടി എല്ലാതും ഉണ്ട്, പോരി. പിന്നെ അവിടെ ഷമ്മാസില്ലേ? ഇല്ല, ഷാമോന് ഭക്ഷണം കഴിക്കാതെ പുറത്തേക്ക് പോയി. എന്തോ അറിയില്ല. അവളുടെ ജ്യേഷ്ഠത്തിയോട് അവൾ സംസാരം തുടരുന്നു. അതെന്താടി, നിർബന്ധിച്ച് കൊടുത്തുകൂടായിരുന്നോ? ഞാൻ കുറേ വിളിച്ചു, പക്ഷേ ഇപ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ സ്വന്തം ഭർത്താവിനെ കൊണ്ട് പറയുന്ന രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. ഷെറീനെ അതാ ചെറിയ കുട്ടിയെയും കൂട്ടി അങ്ങോട്ട് വരുന്നു. നുസൈബ പാവം നിറവേറുമായി. അവൾക്ക് കഴിയുന്നില്ല അവിടെ നിന്ന് എഴുന്നേൽക്കാനൊന്നും. വാതിലിനെ മുട്ടുന്നു ഷെറീന. വാതിൽ തുറക്കടി, എന്താ അടിച്ചിട്ടിക്കണേ? ഇത്ത. അല്ല, ഇത്ത വന്നു. നേരെ അതാ അവൾ റാഹില ഓടുന്നു. വാതിൽ തുറന്നു കൊടുക്കുന്നു. ഇത്ത കയറിക്കോളി. പോരി ചായ കുടിക്കാൻ. നുസൈബയും വിളിക്കൂ, ചായ കുടിക്കാൻ പോരി. അതിപ്പോൾ ഈ വിളിച്ചിട്ടൊന്നും വേണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ചായ കുടിക്കാമല്ലോ. എൻ്റെ അനിയത്തില്ല ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഷെറീനയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും നുസൈബ ഞെട്ടിപ്പോയി. അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. റബ്ബേ, എന്താ ഇത്? കുടിച്ചോളി, ഞാൻ കുടിച്ചോളാം, എനിക്കിട്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല. എന്തൊക്കെ പിന്നെ വർത്താനൊക്കെ? എന്നാ എൻ്റെ അമ്മായിമ്മ തന്നെ? ഉമ്മ അത് ഇനിയിപ്പോൾ ഉംറ കഴിഞ്ഞിട്ട് മദീനത്ത് പോയിട്ട് അവിടെ സിയാറത്ത് കഴിഞ്ഞിട്ടായിരിക്കും.
ഒരു മാസമൊക്കെ നിന്നിട്ട് പോന്നാൽ പോരെ, എന്തിനെപ്പത്തിനാണ് മണ്ടുന്നത്? ഏതായാലും പോയതല്ലേ, പോയാൽ നമുക്ക് എല്ലായിടത്തും കാണണ്ടേ. ഷെറീനയുടെ ആ ഒരു വാക്ക് കേട്ട് സത്യം പറഞ്ഞാൽ അവൾക്ക് എന്തൊക്കെയോ ആയിപ്പോയി. ഇത് ചായ കുടിച്ചോളി. കുടിച്ചോളാം. അല്ലടി, എൻ്റെ ഫൈസലിപ്പോൾ ഉംറക്ക് പോയിട്ട് എന്താ മട്ടം? ഓനിപ്പോൾ ഉംറക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞൊക്കെ ചെയ്തീനോ? ഓൻ എന്തൊക്കെയേ കാട്ടിക്കൂട്ടിയതല്ലേ ഇവിടെ വെള്ളപ്പോൾ? എന്തൊക്കെയാണോ വേറൊരു പെണ്ണിനെ കൊണ്ടുവന്നുകാണ്ട് ഓരോന്ന് കാട്ടിക്കൂട്ടിയോ അല്ലേ? സത്യം പറഞ്ഞാൽ നുസൈബയുടെ മുമ്പിൽ അതൊരിക്കലും അവിടെ ആ സമയത്ത് വിളമ്പേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ കരുതിക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഷെറീന അത് അനിയത്തിയോട് പറയുന്നത്. ഇവളെ മാപ്പിള ഇവളെ ശരിക്കും ഇവളിപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ മരുവളാണ്. ഇവളിപ്പോൾ ഇവിടുത്തെ ഷാമോൻ്റെ പെണ്ണുങ്ങളെ ആണ്ടിയതല്ല. ഇവളാ വലിയോനുണ്ടല്ലോ, ഫൈസൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉംറക്ക് കേൾക്കണ് ഓൻ്റെ ഓൻ്റെ പെണ്ണുങ്ങളേനു. എന്താ ഇത്തത്തെ നിങ്ങൾ പറയേണ്ടത്? ആടി. നുസൈബയുടെ മുമ്പിൽ നിന്ന് പഴങ്കഥകൾ വിവരിക്കുകയാണ് അവൾ. സത്യം പറഞ്ഞ നുസൈബക്കത് കേൾക്കുവാൻ തന്നെ പ്രയാസമായിരുന്നു. ഇത്ത അതൊക്കെ ഇപ്പം എന്തിനാ? എന്താടി, കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇതിപ്പോൾ ഇവള് എന്ന് വെച്ചാൽ രണ്ടാമത്തോൻ്റെ പെണ്ണുങ്ങളായിരുന്നു. ഇവളെ കാട്ടിക്കൂട്ടിൽ നിന്ന് ഓനക്ക് പറ്റണില്ല. ഓൻ വേറെ പെണ്ണും കെട്ടി ഇവളെ മുന്നേക്ക് കൊടുന്നു. അങ്ങനെ ഓൻ്റെ ഇഷ്ടം പോലെയൊക്കെ നടന്നു. എന്നിട്ട് ഇവളെ എന്താ ഒഴിവാക്കി തന്നെ തോണ്ടില്ലേ? എന്നെ തീർത്തതല്ലേനോ? ഒഴിവാക്കി പോയി. പക്ഷെ ഇവിടെ ഉമ്മാക്ക് വലിയ ഇഷ്ടേനു ഇവളെ. അങ്ങനെയൊക്കെ പിടിച്ച് നിന്നതാണ്. പിന്നെ ഏതൊക്കെ തന്നെയാലും ശരിക്കും താത്തയുടെ വാക്ക് കേട്ട് അവൾ ഞെട്ടി. അപ്പോൾ ആദ്യത്തെ ഏട്ടൻ്റെ ഭാര്യയാണോ അനിയൻ കെട്ടിയത്? ആ പെണ്ണെ, എൻ്റെ വിചാരം എന്താ? എന്നാൽ കണ്ടാൽ തോന്നൂലട്ടോ ഏട്ടൻ്റെ ഭാര്യയൊന്നും. ശരി. അതല്ല, നിങ്ങളിപ്പോൾ ഫൈസലിനായിട്ട് കാണലും സംസാരിക്കലൊക്കെ ഉണ്ടോ? നിങ്ങളിപ്പോൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ എന്താ നിങ്ങളെ മട്ടം? നിങ്ങൾ പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ കഴിഞ്ഞാലേ എന്നോടിപ്പോൾ അങ്ങനെ നല്ല സ്വഭാവം ഉണ്ടോ? അല്ല, ഉംറക്ക് പോയപ്പോൾ എന്നോട് പൊരുത്തപ്പെടിച്ചീനോ? എന്തോ എൻ്റെ സ്വഭാവം ഇപ്പം അങ്ങനെ പറ്റ മോശമാണല്ലേ ഓൻ്റെ സ്വഭാവം? ഷെറീനയുടെ കുത്തിക്കൊണ്ടുള്ള ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ നുസൈബക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. അവൾ നിസ്സഹയായി അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ, എനിക്ക് ഉത്തരമൊന്നും പറയാല്ലേ? എൻ്റെ ആദ്യത്തെ മാപ്പിളിൻ്റെ വർത്താനം ഇപ്പം എന്താന്ന്? ആദ്യത്തെ മാപ്പിള ആളെങ്ങനെയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചത്. പഠിച്ചോനെ, എന്തിനാ ഇവരെന്നോട് ഇങ്ങനെ ഇതൊക്കെ ചോദിക്കണത്? ഞാനതൊക്കെ മറക്കാൻ ശ്രമിച്ച കാര്യങ്ങളാണ്. പറയ പെണ്ണെ, ആദ്യത്തെ ഭർത്താവിനെ കുറിച്ച് എൻ്റെ ഇപ്പോഴത്തെ ഒരു വിചാരം എന്താ? എൻ്റെ മട്ടം? എന്നോടിപ്പോൾ എങ്ങനെ പഴയ രീതിയിൽ തന്നെ ആണോ? പിന്നെ ആദ്യത്തെ ഭർത്താക്കന്മാരെ വിശ്വസിക്കാനൊന്നും പറ്റൂല. ഓലിപ്പോൾ ആദ്യത്തെ പെണ്ണുങ്ങളെ വിചാരിച്ചിട്ട് ഓൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടാവില്ല. ഓല് ഒന്നിനും മടിക്കൂല, പലതും കാട്ടിക്കൂട്ടാനും മടിക്കൂല. എത്ര എൻ്റെ ആദ്യത്തെ ഭാര്യയല്ലേ, എൻ്റെ അച്ഛൻ്റെ കൂടെ ഓല് സുഖമായി ജീവിക്കല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് തകർക്കാനും ഓൻ നടക്കും. അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. എന്താ മട്ടം? ഇതിപ്പോൾ ഓൻ്റെ എനിക്കൊന്നും പറയാനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. അദ്ദേഹമൊക്കെ ഇപ്പോൾ പഠിച്ച റബ്ബിന് ഇഷ്ടമുള്ള ആളായി കഴിഞ്ഞു. അറിയാത്ത കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അയിമലും പ്രയാസമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ എനിക്ക് അതിനേക്കാൾ നല്ലൊരു സ്വാലിഹായ ഭർത്താവിനെ കിട്ടി. ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഷെറീനയും റാഹിലയും ഒരുമിച്ച് ഞെട്ടി. ആദ്യ ഭർത്താവിനെ കുറിച്ച് നല്ലത് പറയേ? എല്ലാവരും കുറ്റം മാത്രമേ പറയുള്ളൂ. പക്ഷെ ഇവളെന്താ ഇങ്ങനെ? അല്ല നുസൈബ, ഞാൻ കാര്യത്തിലാണ് ചോദിക്കണത്. എനിക്ക് പോനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അത് ഇത്താത്ത, അന്ന് ഫൈസൽക്കിയുടെ ആ തീരുമാനം നല്ലതാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. അതായത് അന്ന് അങ്ങനെ അദ്ദേഹം കാണിച്ചത് കൊണ്ടാണല്ലോ എനിക്കിപ്പോൾ നല്ലൊരു ഭർത്താവിനെ കിട്ടിയതും നല്ലൊരു ജീവിതം ഉണ്ടായതും. അത് കേട്ടപ്പോൾ അവൾ പല്ല് നെരിച്ചു. എന്താ അവളെ വർത്താനം? സുഖമായി ജീവിക്കുകയാണ് ഓൻ്റെ കൂടെ. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു നുസൈബ രണ്ടാം കെട്ടുകാരി ആ ചെറിയ ചെക്കൻ്റെ ഒപ്പം ജീവിക്കണത്. അതാണ് റാഹിലയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്, എങ്ങനെങ്കിലൊക്കെ പാട്ടിൽ പിടിച്ചാൻ വേണ്ടിയിട്ട്. പൊട്ടത്തിക്ക് അതിനങ്ങോട്ട് ആവണമില്ല. എന്തെന്നറിയില്ല, ഷെറീനയുടെ മനസ്സിൽ പല പല ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ആദ്യത്തെ ഭർത്താവിനെ കുറിച്ച് വല്ലാതൊന്നും പറയാനില്ലല്ലേ? ഇല്ല, അത് ഹയറായിരുന്നു. അന്ന് ഒഴിവാക്കിയത് കൊണ്ട് എനിക്കിപ്പോൾ ഹയറായി, അൽഹംദുലില്ലാ. ഏതായാലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടന്നോണ്ടി. പറയാൻ പറ്റൂലേ, പെരിയിൽ ആളില്ലാത്ത സമയത്തൊക്കെ സ്വന്തം ഭാര്യയല്ലേ, ആദ്യം കെട്ടിയതല്ലേ എന്നുള്ള ഓർമ്മയൊന്നും ഉണ്ടാവില്ല. എന്തൊക്കെ തന്നെയാലും കുറച്ച് കാണാൻ രസമുള്ള പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ ഇളച്ചന്മാരും മൂത്തച്ഛന്മാരും ഒക്കെ കരുതേണ്ടി വരും. ഇനിയിപ്പോൾ എൻ്റെ 2 മൂത്തച്ഛന്മാരുടെ കാര്യം അങ്ങനെ തന്നെയാണ്, പറയാനൊന്നും പറ്റൂല. ഓലൊക്കെ പെണ്ണും കെട്ടി നടക്കണോലല്ലേ. പെരീത്തെ എല്ലാവരും ചുരുക്കി പറഞ്ഞാൽ 2ാം കെട്ടും 3ാം കെട്ടൊക്കെയാണ്. അത് പറഞ്ഞുകൊണ്ട് ഷെറീന കളിയാക്കി ചിരിച്ചു. അത് കേട്ട് നുസൈബയുടെ മുഖം വല്ലാതെയായി. റബ്ബേ, ഉമ്മയും ഷമ്മാസ്ക്കും ഇല്ലാത്ത ടൈം ഇവരെന്ത് ഇങ്ങനെയൊക്കെ എന്നെ ഭീഷണിപ്പെടുത്താൻ വരുന്നത്?
ആയിക്കോട്ടെ. അല്ല എന്നാണ്ട് ഡേറ്റ്? പ്രസവത്തിന് കൊണ്ടുവരുന്നത് ഇങ്ങോട്ട് തന്നെ വരികയാണോ? പ്രസവത്തിന് കൊണ്ടുപോയി പിന്നെ അവിടെ നിൽക്കണം. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ഉമ്മാക്ക് വേണമെങ്കിൽ ഇവള് നിന്നോളും. ഇവള് ഇവിടെ ഉണ്ടാവുമല്ലോ. ഇവളെ പണിയൊക്കെ ഉഷാറല്ലേ? എല്ലാ പണി എടുക്കും, ഞാൻ പറഞ്ഞില്ലേ. അപ്പം പിന്നെ പ്രസവത്തിന് പോയിട്ട് ഇവനെ ആണുങ്ങളൊപ്പം വല്ലാതെ നിൽക്കായേട്ടാ നല്ലത്. അത് പിന്നെ അപകടക്കാരം. അത് അവിടെ ഇരിക്കാരം നല്ലത്. അവളുടെ ഓരോ ഉപദേശങ്ങൾ കേട്ട് ശരിക്കും നുസൈബ എന്തൊക്കെയായി പോവാണ് റബ്ബേ. എന്തിനാ ഇവരെന്നിങ്ങനെ ഇടങ്ങാറാക്കുന്നത്? ഒരാളോട് പോലും മറുത്തൊരു വാക്ക് പറയാതെ, ഒരിക്കൽ പോലും ഒരാളോട് ദേഷ്യപ്പെടാതെയായിരുന്നു അവൾ നിന്നിരുന്നത്. നുസൈബ എന്ന ഹിജാബി എന്ന പെൺകുട്ടിയുടെ മനസ്സും അങ്ങനെ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ പടച്ച റബ്ബിൻ്റെ രീതിയിൽ മാത്രമാണ് അവൾ ജീവിക്കുന്നത്. തെറ്റായ രീതി ഒന്നും അവൾക്കറിയില്ല. കളവും വഞ്ചനയും ഒന്നും അവൾക്കറിയുന്നില്ല. അവൾക്ക് എല്ലാം പടച്ച റബ്ബിൻ്റെ വഴിയിൽ മാത്രമുള്ളതാണ് ഇഷ്ടം. ഒരാളെ ചതിക്കുന്നതും അറിയില്ല, വഞ്ചിക്കുന്നതും അറിയില്ല. കെട്ടിയ ഭർത്താവിൻ്റെ കൂടെ റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അവൾക്കുള്ളത്. എന്നാൽ ഈ സമയം ഏട്ടത്തിയുടെ മുമ്പിൽ വെച്ച് റാഹില പറയുന്നു, ഏതായാലും ഷാമോനെ നല്ലൊരു കിട്ടൽ കിട്ടി തന്നെയല്ലേ എനിക്ക്? നുസൈബ ഒന്ന് പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ഷാമോനെ ഇജി വിചാരിക്കണ പോലെ അത്ര നല്ല ആളെന്നല്ല. ഇവളെ വിചാരം ഇവളെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്നാ. ശരിക്കും നുസൈബ ഞെട്ടിപ്പോയി. അതെന്താ? അങ്ങനെയൊന്നല്ല, എന്നോടും ഉണ്ട് കുറച്ചൊക്കെ. എന്നോടിപ്പോൾ ഷാമോൻ ഓരോ കാര്യങ്ങൾ എടുത്തുതരാൻ പറയും. ഈ ഉറങ്ങണ സമയത്തേക്കാരം ഓരോന്നിന് പറയും. ഞാനതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആരും ഇല്ലാത്തതല്ലേ, ഓലെ നമ്മളെ ഭാര്യമാരെ സ്നേഹം കൊടുത്തുകാണ് നിർത്തണമല്ലോ. അങ്ങനെയുള്ള വേണ്ടിയത്. ഭാര്യ ഗർഭിണിയാണ്, സുഖമില്ലാതെ കിടക്കുകയാണ്. ഷാമോന് കുഴപ്പമൊന്നുമില്ല, എന്നോടൊക്കെ നല്ല സ്വഭാവം, നല്ല പെരുമാറ്റവും ഒക്കെയാണ്. പിന്നെ അതുമല്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ റാഹി എന്ന് വിളിച്ചിട്ട് വന്ന് അടുക്കളയിലൊക്കെ വരും, എൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോഴൊക്കെ നുസിക്ക് എടുക്കൊക്കെ ആയിരിക്കും. ഓൾക്ക് ക്ഷീണമല്ലേ, ഞാനും വിചാരിക്കും ഓളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാതും എന്നോടാണ് ഷാമോൻ ചോദിക്കാറുള്ളത്. ഷെറീൻ അത് കേട്ട് പറഞ്ഞു, അങ്ങനെ തന്നെയാണല്ലേ വേണ്ടത്, അതിന് വേണ്ടിയിട്ടല്ല എന്നെ നിർത്തിയത്. പക്ഷേ അവൾ പറയുന്നത് ഒന്നും യാഥാർത്ഥ്യമല്ല എന്നുള്ള സത്യം പാവൻ നുസൈബക്ക് അറിയുന്നില്ല. നുസൈബ ആകെ ടെൻഷനായിപ്പോയി. പഠിച്ചോനെ, ഇതൊക്കെ എപ്പോഴായിരുന്നു നടന്നത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. പാവൻ്റെ ഷാമോൻകാക്ക് ഞാനില്ലാത്തൊരു അവസ്ഥ തന്നെ ആലോചിക്കാൻ പറ്റാത്തതാണ് ഇതിപ്പോൾ. എങ്കിലും അവൾ ക്ഷമിച്ചു. പഠിച്ചോനെ പാവം, ഒന്നും പറയണ്ട. ഷെറീന പറയുന്നു, എന്നാൽ ശരി, ഞാൻ പോകണം. ഇവിടെ എന്താ കൂട്ടാൻ വെക്കാൻ എന്തുണ്ട്? കറിയൊക്കെ കഴിക്കണോ? കറി ഉച്ചക്കുകൾ ഉണ്ടാക്കാണ്ട്. എന്താ ചിക്കനും ബീഫൊക്കെ ഉണ്ടോ? ചിക്കനും ബീഫും മീനൊക്കെ ഇതാ ഫ്രീസറിൽ ഇഷ്ടം പോലെ. എന്നാൽ കുറച്ച് കൂട്ടാൻ വെക്കാൻ എന്തെങ്കിലും ഞാൻ അടുത്ത് പോട്ടെ. ഞാനേ ഐഷത്തുണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണ പരിപാടി തന്നെയാണിത്. കുറച്ച് പച്ചക്കറിയും അതിൽ നിന്ന് കുറച്ച് ബീഫുമെല്ലാം എടുത്തിട്ട് അവൾ പോകുന്നു. ഇത്താത്ത ലിവറുണ്ട് ഇതിൽ കൊടുന്ന് വെച്ചിക്കണ്, വേണോ? രക്തം വെക്കാനൊക്കെ നല്ലതാണ് കണ്ട്. അങ്ങോട്ട് തന്നാളടി. അങ്ങനെ അവൾ അതുമായി അതാ പോകുന്നു. നുസൈബ ഒന്നും പ്രതികരിച്ചില്ല, മിണ്ടിയില്ല. കാരണം ഷമ്മാസാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ വേലക്കാർ ഇത്രയധികം വീട്ടിൽ അധികാരം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞാനോടൊരു കാര്യം പറയാം, എൻ്റെ താത്തൊന്നും കേൾക്കണ്ട. എന്തേ? നുസൈബയുടെ മുഖം വല്ലാതെ വിളറി വെളുത്തു എന്ന് തന്നെ പറയാം. അല്ല, ഈ ഇങ്ങനെ ഇടങ്ങാറായി നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടായി നിൽക്കുമെന്നും വേണ്ട, അവിടെ ഇരുന്നോളി. പിന്നെ ഷാമോനിപ്പോൾ നുസൈബാക്ക് ഇങ്ങനെ സുഖമില്ലാതൊക്കെ ആയപ്പോഴേ ചെറിയൊരു സ്നേഹം കരുതലൊക്കെ എന്നോട് ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും, പാവൻ്റെ ഭാര്യയുടെ സ്നേഹം ഇപ്പോൾ കൊടുക്കാൻ എനിക്ക് കഴിയണില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ഞാനിവിടെ കുറച്ച് ദിവസം കൂടെ നിന്ന് പോട്ടെട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഉമ്മ വന്നിട്ട് എങ്ങനെ വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ നിൽക്കുക, പോകണമെങ്കിൽ പോകാം. എന്തായാലും ഷാമോൻ ഒരാളാവും ചെയ്യല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്, അല്ലാതെ നിങ്ങളാരും വിഷമിപ്പിക്കാനൊന്നല്ല. നുസൈബ അത് കേട്ട് ഒന്ന് ഞെട്ടിയെങ്കിലും അവൾ വിചാരിച്ചു, തൻ്റെ ഷാമോൻ്റെ സന്തോഷമല്ലേ, സമാധാനമല്ലേ, അതാണല്ലോ വേണ്ടത്. അവൾ കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ല. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ എന്നോട് ഷാമോൻ ചോദിച്ചു, നിനക്ക് ഡ്രസ്സ് എന്തെങ്കിലും വേണോ വീട്ടിൽ നിന്ന് ഇടാൻ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നൈറ്റി എന്തെങ്കിലും വാങ്ങിക്കോളി എന്നും പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, വേണ്ട, അതിപ്പോൾ വേണ്ട, ഇനിയിപ്പോൾ നിങ്ങൾ ഇത്താത്താക്ക് എടുക്കുമ്പോൾ അപ്പം മതിയെന്നും പറഞ്ഞു. സത്യം പറഞ്ഞാൽ നുസൈബ വീണ്ടും ഒന്ന് ഞെട്ടി എന്ന് മാത്രമല്ല, അവൾ കരുതി, ഇക്ക എന്നോട് ഷാമോൻ പറയാതെ അങ്ങനെയൊന്നും ചെയ്യൂലല്ലോ, അങ്ങനെയൊന്നും ചെയ്ത് ഇനിയിപ്പോൾ അവളുടെ ഇഷ്ടത്തിൽ അങ്ങനെ സാരല്ല, ആയിക്കോട്ടെ. എന്നാലും ഷാമോൻ്റെ സന്തോഷം അതാണെങ്കിൽ ആയിക്കോട്ടെ. നുസൈബയുടെ മനസ്സിൽ ചെറിയൊരു കനൽ എരിയുന്ന പോലെ അവൾക്ക് തോന്നി.
അല്ല, ഇതുവരെ സന്തോഷം സമാധാനമുള്ള ജീവിതമായിരുന്നു. ഇപ്പോൾ ഓരോരുത്തർ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഷാമു അങ്ങനെയൊന്നും ചെയ്യില്ല. ഷമ്മാസിനെ കുറിച്ച് നല്ലത് മാത്രമായിരുന്നു അവളുടെ ചിന്ത. പെട്ടെന്ന് അവൾ തൻ്റെ ഉമ്മ പറഞ്ഞ ആ കാര്യമല്ല വിചാരിച്ചു. മോളെ, പെണ്ണുങ്ങളാണ്, വിശ്വസിക്കാൻ പറ്റൂല. ചില ആണുങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെങ്ങനെങ്കിലും പാട്ടിലാക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ പലതും ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. ഈമാൻ ഇല്ലാത്ത പെണ്ണുങ്ങൾ, അവർ ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവർക്ക്. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ. പക്ഷെ പല ആളുകൾക്കും ഈമാൻ ഉണ്ടാവില്ല. അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ഓൾക്ക് സുഖമായി ജീവിക്കണം എന്ന് കരുതിയിട്ട് പല രീതിയിലും അവർ ചിന്തിക്കും. പല സാധനങ്ങളും അവർ ഇട്ട് കൊടുക്കും, ചായയിലും വെള്ളത്തിലൊക്കെ ആയിട്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആണുങ്ങളെ ശ്രദ്ധിക്കണം. ഓല കൈവശങ്ങാനും ആയിക്കഴിഞ്ഞാൽ പിന്നെ മോളെ പിടിച്ചാൽ കിട്ടൂല. ആണുങ്ങളാണ്. ഓല മനസ്സ് മാറിയാൽ ആകപ്പാടെ ഇടങ്ങാറായി പോവും. എൻ്റെ ഫൈസലിൻ്റെ സ്ഥിതി എനിക്കറിയണല്ലേ. അതൊക്കെ പോലെ ആയി മാറും, പിന്നെ ഇടങ്ങാറാവും. ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ അവളുടെ ചെവിയിൽ വന്നു. ഷാമോൻ അങ്ങനെയൊന്നും ഇതുവരെ എന്നോടൊന്നും പെരുമാറിയിട്ടൊന്നുമില്ല, ദേഷ്യപ്പെട്ടിട്ടുമില്ല. പിന്നിപ്പോൾ എന്താ? അവൾ ഒരു നിമിഷം അവിടെ കണ്ണടച്ച് കിടന്നു. അല്ലാ പഠിച്ചോനെ, നീ കാത്തുരക്ഷിക്ക് റഹ്മാനെ. അന്ന് രാത്രി അതാ ഷമ്മാസിൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അവൾ സിറ്റൗട്ടിലേക്ക് ഓടി. ഇക്ക വന്നോ? പോരി. ഷമ്മാസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബാഗുകൾ വാങ്ങി. ഞാൻ പിടിക്കാം, തിരി. ഭാര്യ ചെയ്യുന്ന പോലെ സ്നേഹത്തോടെ അതാ അവളെ. സ്വഭാവം അങ്ങനെയായിരുന്നു. ഷമ്മാസ് ശരിക്കും ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. വേണ്ട, ഞാൻ പിടിച്ചോളാം. അല്ലിക്ക, എന്ത് നിങ്ങളിങ്ങനെ? ഒരുപാട് ക്ഷീണിച്ച് വരല്ലേ? പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വെരി സ്നേഹത്തോടെ അവളുടെ ആ ഒരു പെരുമാറ്റം ഷമ്മാസിലെ കൂടുതൽ ദേഷ്യമാണ് ഉണ്ടായത്. നുസി, എന്തിനാ നുസിത്തെ വിളിക്കുന്നത്? ഒന്ന് കിടന്നോട്ടെ, പാവല്ലേ. കയ്യിലും കാലിലൊക്കെ മുഖത്തൊക്കെ നീരുണ്ട്. ഞാൻ പറയായിരുന്നു അവിടെ കിടന്നോളി, പിന്നെ പതുക്കെ ഒന്ന് എണീച്ച് നടന്നാൽ മതി എന്നൊക്കെ. നമ്മൾ അങ്ങനെ ശല്യപ്പെടുത്തണ്ടല്ലോ. പാവാണ് നുസിത്ത. അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്ത്. ഇപ്പോൾ അവളുടെ ഡ്രസ്സെല്ലാം ഞാൻ അലക്കി ഇട്ട് അങ്ങനെ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ, കിടന്നോട്ടെ. പാവം നുസി ഇതൊന്നും അറിയുന്നില്ല. തൻ്റെ ഭർത്താവിനോട് അവൾ കൊഞ്ചി കുഴിയുന്നതും ഒന്നും. പക്ഷേ ഷമ്മാസിൻ്റെ മനസ്സ് അല്പം ദൃഢമായതുകൊണ്ട് തന്നെ അവൻക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. അവനൊന്നും മിണ്ടാതെ നേരെ ബെഡിലേക്ക് കയറി വന്നു, റൂമിലേക്ക്. നുസി, ഇക്ക വന്നോ? എന്താടി, എന്തു പറ്റി? അവളുടെ കൂടെ ഇരുന്ന് നുസി, എൻ്റെ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. അവനൊന്ന് കൈ കഴുകി ഫ്രഷായി വന്ന് നുസിയെ പതുക്കെ തലോടി. എന്താ മുത്തേ, എന്തു പറ്റി? എന്തെങ്കിലും ഉണ്ടോ പ്രോബ്ലം? എന്താ അവൾ പറയണത്? എന്താ നിന്നെ ഡ്രസ്സൊക്കെ എന്ത്? അല്ല, അവൾ പറഞ്ഞു നിന്നോട് കിടക്കാൻ പറഞ്ഞു. അവളോ? എപ്പോ? വെറുതെ പറഞ്ഞതാണോ? എന്നെ ഒന്ന് സുഖിപ്പിച്ചതായിരിക്കും. സത്യം പറഞ്ഞാൽ നുസൈബക്ക് അവൾ പറഞ്ഞ ആ കാര്യങ്ങളാണ് മനസ്സിലേക്ക് വന്നത്. ഡ്രസ്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. ഇക്കയുടെ ബാഗിൽ എന്താ? ഇത് കുറച്ച് ഫോൺസാണ്. അത് എനിക്ക് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ ഒരാൾ ചോദിച്ചിരുന്നു. അപ്പോൾ നാളെ പള്ളിയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയി കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഡ്രസ്സോ? എന്താ ഡ്രസ്സ് വേണം നിനക്ക്? കുറച്ച് കഴിഞ്ഞ് അടുത്ത ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ പോരെ? എനിക്കല്ലേക്ക. അവൾക്കോ? അവൾക്ക് എന്തിനാ ഇപ്പോൾ ഡ്രസ്സ്? ക്യാഷ് കൊടുത്താൽ എടുത്തോളൂല്ലേ? സത്യം പറഞ്ഞാൽ നുസൈബക്ക് ആകെ കൺഫ്യൂഷനായി. സത്യം പറഞ്ഞാൽ ആരാണ് കളവ് പറയുന്നത് എന്നവൾക്ക് അറിയാത്ത രീതിയിലായി. ഷാമോൻ ഒരിക്കലും എന്നോട് കളവ് പറയാറില്ല, ഇതുവരെ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇപ്പോൾ എന്താ റബ്ബേ, യാഥാർത്ഥ്യം എനിക്കറിയുന്നില്ല. സാരമില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ കണ്ണീര് തുടച്ചു. ഗർഭിണിയാകുന്ന സമയത്ത് മനസ്സ് വേദനിച്ചാൽ ഗർഭസ്ഥ ശിശുവിനും അത് ബാധിക്കും എന്നുള്ള ഡോക്ടറുടെ ആ ഒരു നിർദ്ദേശം, ആ ഒരു ക്ലാസ്, അതെല്ലാം കേട്ടപ്പോൾ നുസൈബക്ക് തൻ്റെ കണ്ണുനീർ ഒലിച്ചിറങ്ങി വയറിലൂടെ ഒലിക്കുന്നു. ഷമ്മാസ് ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി. അപ്പോഴേക്കും ഇക്ക എന്ന് പറഞ്ഞ് വാതിൽ തള്ളി തുറന്നുകൊണ്ട് അവൾ കടന്നു വന്നു. ഇക്ക എവിടെ നുസൈബ? ഇക്ക ഫ്രഷ് ആവാം. ഇത് ചായയും പഴംപൊരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞ് ഷമ്മാസ് അത് പുറത്തേക്ക് ഇറങ്ങി. ഇക്ക ഇത് ചായ. ഞാൻ കുടിച്ചോളാം. ഷമ്മാസിൻ്റെ ആ വാക്ക്. നുസി എണീക്ക്.
നുസിത്ത് കുടിച്ചതാണ്, നുസിത്ത് കുടിച്ച് കിടന്നതാണ്, ഞാൻ അവർക്ക് കൊടുത്തതാണ് അവളുടെ ആ വാക്ക്. പക്ഷെ ഷമ്മാസ് അത് കേട്ടില്ല. എണ്ണയ്ക്ക് വേണേ വാ. എന്തത് കരയേ? എന്താടി എന്തു പറ്റി? എന്തെൻ്റെ പെണ്ണിന് പറ്റിയത്? അല്ല കരയേ? എന്താ പെണ്ണേ? എന്തെങ്കിലും പെയിനുണ്ടോ? ഇല്ല പിന്നെന്താ? കരഞ്ഞ് പഠിച്ചവനെ കണ്ണുനീരിത് വയറിലെത്തിയിട്ടുണ്ട്. എന്താ നുസൈബ്? ഇക്കാൻ്റെ കുട്ടി എണ്ണീറ്റ്. നുസൈബയെ പതുക്കിയതാ ഷമ്മാസ് താങ്ങുന്നു. വേണ്ടിക്ക ചായ കുടിച്ചോളി. വാ പെണ്ണ്, നീ അല്ലാതെ ഞാനങ്ങനെ ഒറ്റക്ക് കഴിക്കാം, നീ ഇങ്ങ് വന്നേ. വേണ്ട, അവളുണ്ടല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ അവൾ ഇരിക്കുന്നത് ഇഷ്ടമല്ല എൻ്റെ കൂടെ. മുമ്പിൽ വന്നുകൊണ്ട് ഇരിക്കുക, ഒരു സമാധാനമില്ല. എണീറ്റ്, നീ പതുക്കെ ഒന്ന് എണീറ്റ് വാ, നമുക്കൊന്ന് നടക്കണം, അവന് കിടക്കാൻ പറ്റില്ല. നുസൈബയെ പതുക്കിയതാ അവൻ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. വീണ്ടും അവൾ, ഇക്ക ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, പോയിക്കോളി, ചായ കുടിച്ചോളി. കണ്ണീരോടെ നുസൈബ അതാ പറയുന്നു. എന്താ പെണ്ണ്, നീ ഇങ്ങ് വന്നേ, അല്ലെങ്കിൽ ഞാൻ ചായ ഇട്ട് ഇങ്ങോട്ട് വരാം. നുസൈബക്ക് എഴുന്നേൽക്കുവാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലായപ്പോൾ ഷമ്മാസ് നേരെ ഡൈനിങ് ടേബിൾ കൊണ്ടുവന്ന് ആ ചായ എടുക്കുന്നു. ഇക്ക പഴംപൊരി വേണ്ടേ? അല്ല എന്താ ഇരുന്ന് കഴിക്കുന്നില്ല, ഇരുന്ന് കഴിച്ചോളി. ഇതാ അവൾ ഇരിക്കുവാൻ വേണ്ടി നിർബന്ധിക്കുന്നു. ഞാൻ അവിടെ പോയി, ഞാൻ പറഞ്ഞല്ലോ ഇത്ത കഴിച്ചതാണ്, ഇനി കൂടുതലൊന്നും കൊടുക്കണ്ട, എണ്ണപ്പലഹാരല്ലേ, അത്രയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. എന്താ ഇത്? ഷമ്മാസ് നേരെ ടേബിളിന് മുമ്പിൽ ചെന്നിരുന്നു. അവൻ ചായ കുടിച്ചു. തൊട്ട് മുമ്പിലായിട്ട് അവളും. അതെ, എങ്ങനെയുണ്ട് പഴംപൊരി? രസമുണ്ടോ? ഒന്ന് കഴിച്ചു നോക്ക്. ഞാൻ കഴിച്ചോളാം. സത്യം പറഞ്ഞാൽ ഷമ്മാസ് അവളുടെ മുഖത്തേക്കേ നോക്കുന്നില്ലായിരുന്നു. പക്ഷെ അവൾ പറയുന്നു, എന്തിൻ്റെ മുഖത്ത് നോക്കാത്ത? അതെ, സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കണ്ടേ, അങ്ങനെയല്ലേ വേണ്ടത്? ഷമ്മാസിൻ്റെ മുഖത്ത് നോക്കി റാഹില ഓരോന്നും പറയുന്നു. സത്യം പറഞ്ഞാൽ എന്ത് ഭംഗിയാലേ നിങ്ങളെ കാണാൻ, ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണോ? അവളുടെ ഓരോ ചോദ്യങ്ങൾ കേട്ട് സത്യം പറഞ്ഞ ഷമ്മാസിന് സങ്കടമാണ് വന്നത്. അവൻ പറഞ്ഞു, ഹേയ് ഇതൊക്കെ പഠിച്ചെറുപ്പ് തന്നതാണ്, ഇതിലിപ്പോൾ എന്താ? അവൻ കാര്യമായിട്ട് തമാശ രൂപത്തിൽ ഒന്നും പറഞ്ഞില്ല. നുസൈബ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ്, അതാ പാവം എന്നെ ഷാമോ വിളിച്ചതല്ലേ എന്ന് കരുതി ഡൈനിങ് ടേബിളിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. അവൾ പതുക്കെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ആ ഒരു കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോയി. ഷമ്മാസിൻ്റെ മുഖത്ത് നോക്കിയിരിക്കുകയാണ് റാഹില, എന്തോ കിന്നാരം പറഞ്ഞ് ചിരിച്ചുകൊണ്ട്. ഷമ്മാസ് ആണെങ്കിൽ അവളുടെ മുമ്പിൽ തല താഴ്ത്തിക്കൊണ്ടു. ആ ഒരു നിമിഷം ആ കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോയി. സത്യമായിട്ടും എൻ്റെ ഇക്കയെ വേണ്ട. അവൾക്ക് തൻ്റെ വിഷമം സഹിക്കുവാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണീർ കവളിലൂടെ ചാലിട്ടൊഴുകി. റബ്ബേ, എനിക്ക് എന്നെ ഇഷ്ടമല്ലേ, ഇനി ഷാമോൻക്ക് അവളിഷ്ടാവോ? എനിക്കറിയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ റബ്ബേ ഇതുവരെ സന്തോഷം മാത്രമായിരുന്നു, ഇപ്പോൾ അവളെന്നെ ചതിക്കോ റബ്ബേ, എനിക്കറിയുന്നില്ല. നുസൈബ വിതുമ്പി കരഞ്ഞു ആ ജനലിൻ്റെ കമ്പികൾ പിടിച്ചുകൊണ്ട്. പിന്നെ നുസൈബ ഗർഭിണിയാണ് എന്നുള്ള കാര്യം അവൾ പലപ്പോഴും മറക്കുന്നുണ്ട് കേട്ടോ. റാഹിലയുടെ പരാതികൾ ഷമ്മാസിനോട്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തൂടെ? ഒന്ന് അടിച്ചു വാരലും മുറ്റടിക്കലും അകടിക്കലൊക്കെ ചെയ്തൂടെ? ഇതിപ്പോൾ എന്താ ഒന്നും ചെയ്യാതെ അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടന്നാലേ ഓപ്പറേഷനൊക്കെ ആയി മാറും. അതുമല്ല കുട്ടിക്കും വലിയ കേടായിരിക്കും. ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് അനങ്ങാൻ പറഞ്ഞോണ്ടിട്ടോ, അല്ലെങ്കിൽ കേടായിരിക്കും. നുസൈബയെക്കുറിച്ച് അങ്ങനെയാണ് അവൾ പറഞ്ഞു കൊടുക്കുന്നത്. ചായ കൂടെ കഴിഞ്ഞ് നുസൈബയുടെ അരികിലേക്ക് അതാ ഷമ്മാസ് വന്നു. നുസി, ഇക്കാൻ്റെ കുട്ടിന്ന് എണീറ്റാണ്. ഇക്ക എന്തിനു നീ കരയുന്നത്? എണീക്ക് വാ, നമുക്കൊന്ന് പുറത്തു കൂടെ നടക്കാം, അതായിരിക്കും നല്ലത്. ഇക്ക ഇന്ന് ഞാൻ ഒരുപാട് നടന്നതാണ്. അകവും മുറ്റവും ഒക്കെ അടിച്ചു വാരി തുടച്ചു തക്കുന്ന ഞാൻ തന്നെയാണ്. ഇന്ന് അവൾ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. അതൊന്നും സാറില്ല, വാ. ആര് പറഞ്ഞത് വിശ്വസിക്കും എന്നുള്ള രീതിയിലായി ഷമ്മാസിൻ്റെ. പഠിച്ചോനെ, എന്തപ്പം ഞാൻ ചെയ്യുക? രണ്ടാളും രണ്ട് ഭാഗമാണ് പറയുന്നത്. എൻ്റെ പെണ്ണെ, നീ എന്താ? വാ, നമുക്കൊന്ന് എഴുന്നേക്ക്, നടക്കാൻ പോവാ, വാ. മുറ്റത്തൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന്. ഷമ്മാസ് അവളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവളുടെ കൈ പിടിച്ച് ഷമ്മാസ് ഇൻ്റർലോക്ക് ചെയ്ത ആ മുറ്റത്തിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഒരു കാഴ്ച റാഹില കാണുന്നു. റാഹിലയുടെ മനസ്സിൽ ദേഷ്യം വരുന്നു. ഞാൻ എന്തൊക്കെ തന്നെ പറഞ്ഞിട്ട് മൂപ്പർക്ക് ഓളോടുള്ള സ്നേഹം വിടുന്നില്ല.
ഓളെ മാത്രം സ്നേഹിക്കാണ്, ഞമ്മക്കൊരു തരിയില്ല. നമ്മളെന്തേലും പറയുമ്പോൾ തല താഴ്ത്തി മിണ്ടാതെ നിൽക്കുക. എന്താന്നില്ലേ ഇത്രയൊക്കെ അണിഞ്ഞൊരുങ്ങി ഞാൻ അവൻ്റെ മുമ്പിലൂടെ നടന്നിട്ടും എന്താണ് അവൻ്റെ മനസ്സ് പതറാത്തത്? ഇത്രയ്ക്ക് ഈമാനുള്ള ആൾക്കാരുണ്ടാവോ? ഓ, ഒന്നും കൂടെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. താത്ത പറഞ്ഞ പോലെയൊക്കെ കിട്ടിയാൽ നല്ലൊരു കിട്ടലായല്ലോ. അപ്പോഴും നുസൈബയും ഷമ്മാസും അവരുടെ മുറ്റത്ത് കൈപിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷങ്ങൾ പകർന്നുകൊണ്ട് മുറ്റത്തെ ഊഞ്ഞാലിൽ പതുക്കെ ഷമ്മാസ് അവളെ ഇരുത്തി ആട്ടിക്കൊടുക്കുന്നു. എൻ്റെ നുസി, വിഷമിക്കരുത് കേട്ടോ. ഒന്നുകൊണ്ടും ഗർഭകാലം എന്ന് വെച്ചാൽ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ. എന്നാൽ ഇതെല്ലാം റാഹില കാണുന്നുണ്ടായിരുന്നു. എന്താ സുഖം ഓൾക്ക്, രണ്ടാം കെട്ട് കാര്യമാണ് അല്ലേ. അപ്പോൾ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ആദ്യ ഭാര്യ, അയ്യേ, എന്നിട്ട് പനിയും കെട്ടിക്കുക, നാണക്കേട്. എന്നിട്ട് അവൻ്റെ കൂടെ ഇങ്ങനെ സുഖമായി ജീവിക്കുകയാണ്. എന്താന്നില്ല രണ്ടാം കെട്ടുകാരി. റാഹില നുസീബിയെ നോക്കി അസൂയപ്പെട്ടുകൊണ്ടിരുന്നു. പെണ്ണിൻ്റെ ഒക്കെ ഒരു ഭാഗ്യം, അല്ലാതെ എന്ത് പറയാനാ. പക്ഷേ നുസൈബയുടെയും ഷമ്മാസിൻ്റെയും സ്നേഹം 10 മടങ്ങ് കൂടുകയായിരുന്നു. അവർ കളിച്ച് രസിച്ച് ആ മുറ്റത്തുകൂടെ വെറുതെ നടന്നുകൊണ്ടിരുന്നു. എടി, ഉമ്മാക്ക് വിളിക്കണ്ടേ? ആ ഇക്ക, എന്നെ വിളിച്ചോളി. അപ്പോൾ തന്നെ അതാ ഉമ്മാക്ക് വിളിക്കുകയാണ് ഷമ്മാസ്. പെട്ടെന്ന് ഉമ്മ ഫോൺ എടുത്തു. രണ്ടുപേരുടെയും ആ മുഖം കണ്ടപ്പോൾ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. മക്കളെ, ഉമ്മാൻ്റെ കുട്ടികളെ എവിടെയാണ്? മാഷാ അല്ലാ, സുഖല്ലേ ഉമ്മാൻ്റെ കുട്ടിയൊക്കെ? അല്ലാ. ഉമ്മയുടെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല. ഷമ്മാസും നുസൈബയും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു വേലക്കാരിയുള്ള വിവരം ഒരു പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയുടെ മുഖഭാവം പറ്റിയങ്ങ് മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അവർ അത് പറയുമോ ഇല്ലയോ, നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.